ഒരു കാലത്ത് ഭൂമിയിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഒന്നായ അന്റാർട്ടിക്കയിൽ ഡബ്ബി എന്ന പെൻഗ്വിൻ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്നു. ഡബ്ബി എന്ന ഭംഗിയുള്ള പെൻഗ്വിൻ മീൻ പിടിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. അവൻ ദിവസവും രാവിലെ മാതാപിതാക്കളോടൊപ്പം മീൻ പിടിക്കാൻ പോകുമായിരുന്നു. മീൻ പിടിക്കുന്നത് അവന് വളരെ ഇഷ്ടമായിരുന്നു. എല്ലാ ദിവസവും അവൻ ഹിമാനിയുടെ അരികിൽ നിന്നുകൊണ്ട് വെള്ളത്തിലേക്ക് മത്സ്യത്തിനായി നോക്കാൻ കുനിഞ്ഞു. ഡബ്ബി ഒരു മത്സ്യത്തെ കണ്ടയുടനെ അവൻ ഉടൻ തന്നെ കൈ അകത്ത് കയറ്റി. എളുപ്പത്തിൽ മത്സ്യത്തെ പിടിക്കും. മത്സ്യത്തെ പുറത്തെടുക്കുമ്പോൾ ഡബ്ബി നൃത്തം ചെയ്യുകയും ആവേശത്തോടെ വിളിച്ചു പറയുകയും ചെയ്യും, ഞാൻ മീൻ പിടിച്ചു, ഞാൻ പിടിച്ചു. ഒരു മീൻ പിടിക്കാൻ അവൻ ആവേശഭരിതനാകുന്നത് കാണുമ്പോഴെല്ലാം ഡബ്ബിയുടെ മാതാപിതാക്കൾ സന്തോഷിക്കും. ഡബ്ബിയുടെ സന്തോഷകരമായ ദിനങ്ങൾ അധികനാൾ നീണ്ടുനിന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം ഡബ്ബിയും കുടുംബവും മീൻ പിടിക്കാൻ പോയപ്പോൾ ചില വേട്ടക്കാർ അവിടെ എത്തി. വേട്ടക്കാരുടെ കൈവശം ഒരു വലിയ കപ്പൽ ഉണ്ടായിരുന്നു. കുടുംബത്തോടൊപ്പം അവിടെ മീൻ വേട്ടയാടുകയായിരുന്ന ഡബ്ബിയെയും മറ്റ് പെൻഗ്വിൻ കുട്ടികളെയും തട്ടിക്കൊണ്ടുപോകാൻ അവർ കെണിയൊരുക്കി. ഡബ്ബിയുടെ സന്തോഷകരമായ ദിനങ്ങൾ അധികനാൾ നീണ്ടുനിന്നില്ല. പെട്ടെന്ന് ഒരു ദിവസം ഡബ്ബിയും കുടുംബവും മീൻ പിടിക്കാൻ പോയപ്പോൾ ചില വേട്ടക്കാർ അവിടെ എത്തി. വേട്ടക്കാരുടെ കൈവശം ഒരു വലിയ കപ്പൽ ഉണ്ടായിരുന്നു. കുടുംബത്തോടൊപ്പം അവിടെ മീൻ വേട്ടയാടുകയായിരുന്ന ഡബ്ബിയെയും മറ്റ് പെൻഗ്വിൻ കുട്ടികളെയും തട്ടിക്കൊണ്ടുപോകാൻ അവർ കെണിയൊരുക്കി. വേട്ടക്കാർ പെൻഗ്വിൻ കുട്ടികളെയും അവരുടെ കപ്പലിൽ കൊണ്ടുപോയി. എല്ലാ പെൻഗ്വിൻ കുട്ടികളും സഹായിക്കൂ, സഹായിക്കൂ എന്ന് കരയാൻ തുടങ്ങി. പെൻഗ്വിൻ മാതാപിതാക്കൾ ഹിമാനിയുടെ അരികിൽ നിന്നു. അവരുടെ കുട്ടികളെ രക്ഷിക്കാൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ കരയുകയും വേദനയോടെ ആവർത്തിച്ച് നിലവിളിക്കുകയും ചെയ്തു, ദയവായി ഞങ്ങളുടെ കുട്ടികളെ വിട്ടേക്കൂ, അവരെ കൊണ്ടുപോകരുത്. എന്നിരുന്നാലും വേട്ടക്കാർ അവരുടെ അഭ്യർത്ഥനകൾ ശ്രദ്ധിച്ചില്ല. സംസാരിക്കാൻ തുടങ്ങി. അവരിൽ ഒരാൾ വളരെ സന്തോഷവതിയായി പറഞ്ഞു, ഇന്ന് നമ്മൾ ധാരാളം പെൻഗ്വിനുകളെ പിടിച്ചു. ഇപ്പോൾ ഇത്തവണ നമ്മൾ അവയെ വിറ്റ് ധാരാളം പണം സമ്പാദിക്കും. മറ്റൊരു വേട്ടക്കാരൻ സമ്മതിച്ചു, പക്ഷേ ഈ പെൻഗ്വിനുകളെ പിടികൂടുന്നതിലൂടെ നമ്മൾ ഒരു നിയമവിരുദ്ധമായ കാര്യമാണ് ചെയ്യുന്നത്. പോലീസ് നമ്മളെ പിടിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. കുടുങ്ങിപ്പോയ പെൻഗ്വിനുകൾ വേട്ടക്കാരുടെ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവർക്ക് എന്തെങ്കിലും മോശം സംഭവിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. താമസിയാതെ വേട്ടക്കാർ പെൻഗ്വിനുകളെ ഓരോന്നായി തിരഞ്ഞെടുത്ത് കപ്പലിന്റെ ഏറ്റവും താഴ്ന്ന മുറിയിലുള്ള ഒരു വലിയ കൂട്ടിൽ ഇട്ടു. കൂട്ടിൽ ആകെ 25 പെൻഗ്വിനുകൾ ഉണ്ടായിരുന്നു. അവയെ അകത്ത് പൂട്ടിയിട്ടിരുന്നു. വേട്ടക്കാർ കൂടിന്റെ താക്കോൽ ഒരു കാവൽക്കാരൻ കൊടുത്തു. അയാൾ അത് പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്നു. കാവൽക്കാരൻ ദിവസം മുഴുവൻ കൂടിനു സമീപം ഇരുന്നു പെൻഗ്വിനുകളെ നിരീക്ഷിച്ചു. ഡബ്ബിയും മറ്റ് എല്ലാ പെൻഗ്വിനുകളും കൂട്ടിൽ നിന്ന് എങ്ങനെ പെട്ടെന്ന് കൂട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പദ്ധതി തയ്യാറാക്കി. രാത്രിയായപ്പോൾ വാച്ച്മാൻ ഉറങ്ങാൻ തുടങ്ങിയപ്പോൾ ഡബ്ബി പദ്ധതി ആരംഭിക്കാൻ ആംഗ്യം കാണിച്ചു. വാച്ച്മാൻ ഉറങ്ങിയ ഉടനെ ഒരു ചെറിയ പെൻഗ്വിൻ തന്റെ ചെറിയ ശരീരം കൂടിന്റെ 2 വടികൾക്കിടയിൽ ഞെരുക്കാൻ ശ്രമിച്ചുകൊണ്ട് കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ തുടങ്ങി. മറ്റ് പെൻഗ്വിനുകൾ ആ കൊച്ചു പെൻഗ്വിനെ തള്ളിമാറ്റി. കുറച്ചു പരിശ്രമിച്ച ശേഷം ഒടുവിൽ അവൻ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങി. എല്ലാവരും അതിയായി സന്തോഷിച്ചു. കൊച്ചു പെൻഗ്വിനും സന്തോഷിച്ചു, എന്റെ ചെറിയ ശരീരം ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും എങ്ങനെ പ്രയോജനപ്പെട്ടു എന്ന് നോക്കൂ എന്ന് പറഞ്ഞു. മറ്റ് പെൻഗ്വിനുകൾ ഉടനെ മന്ത്രിച്ചു. ചെറിയ ശബ്ദം കേട്ടാൽ പോലും ഗാർഡ് ഉണർന്നേക്കുമെന്ന് അവർ ഭയപ്പെട്ടു. ആ കൊച്ചു പെൻഗ്വിൻ ഗാർഡിന്റെ അടുത്തേക്ക് ചെന്ന് താക്കോൽ എടുക്കാൻ പതുക്കെ പോക്കറ്റിൽ കൈവച്ചു. പെൻഗ്വിൻ ഗാർഡിന്റെ പോക്കറ്റിൽ കൈവച്ചയുടനെ ഗാർഡ് അല്പം നീങ്ങി, പക്ഷേ വീണ്ടും ഉറങ്ങി. പെൻഗ്വിൻ നിശബ്ദമായി പോക്കറ്റിൽ നിന്ന് താക്കോൽ എടുത്ത് കൂടിന്റെ പൂട്ട് തുറന്നു. താമസിയാതെ എല്ലാ പെൻഗ്വിനുകളും സ്വതന്ത്രരായി. ഡബ്ബി അവരുടെ നേതാവായിരുന്നതിനാൽ എല്ലാ പെൻഗ്വിനുകളെയും പതുക്കെ മുറിയിൽ നിന്ന് പുറത്തേക്ക് നയിച്ചു. പെൻഗ്വിനുകൾ ഒന്നൊന്നായി വെള്ളത്തിലേക്ക് ചാടാൻ തുടങ്ങി. അവരുടെ ചാട്ടം ഒരു സ്പ്ലാഷ് ശബ്ദം പുറപ്പെടുവിച്ചുവെന്നും അത് ഗാർഡിനെ ഉണർത്തിയെന്നും അവർ മനസ്സിലാക്കിയില്ല. പെൻഗ്വിനുകൾ രക്ഷപ്പെടുന്നത് കണ്ടപ്പോൾ അവൻ മറ്റു വേട്ടക്കാരെ ഉണർത്താൻ വിളിച്ചു പറഞ്ഞു, ഉണരുക, പെൻഗ്വിനുകൾ ഓടുന്നു, വേഗം. പക്ഷേ ഇപ്പോൾ വളരെ വൈകി. വേട്ടക്കാർ പെൻഗ്വിനുകളെ പിടിക്കാൻ എത്തിയപ്പോഴേക്കും അവരെല്ലാം വെള്ളത്തിലേക്ക് ചാടിയിരുന്നു. കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കഴിയുന്നത്ര വേഗത്തിൽ നീന്താൻ തുടങ്ങി. വേട്ടക്കാർക്ക് അവയെ പിടിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ പെൻഗ്വിനുകളും ഡബ്ബിയെ പിന്തുടർന്നു. ഒരു ദിവസത്തിനുള്ളിൽ അവർ ഒരിക്കലും ഒഴികഴിവുകളെ ആശ്രയിക്കരുത്. അവരുടെ കുട്ടികളെ കണ്ടപ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് വളരെ അവൻ കള്ളം പറയുന്നതും ഒഴികഴിവുകൾ പറയുന്നതും. തുടർന്ന് എല്ലാ പെൻഗ്വിനുകളും ഡബ്ബിയുടെ ധൈര്യത്തിന് അവൻ ഒരിക്കലും പാഠങ്ങൾ പഠിക്കാൻ ശ്രമിച്ചില്ല. പരീക്ഷാ സമയമായിരുന്നു. എല്ലാ കുട്ടികളും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ ക്രിസ്റ്റഫർ തന്റെ സുഹൃത്തുക്കളിൽ നിന്ന് പകർത്തി പരീക്ഷ പാസ്സാകുമെന്ന് കരുതി. ഭാഗ്യം പോലെ ക്രിസ്റ്റഫറിനെ ഒറ്റയ്ക്ക് ഇരുത്തി പരീക്ഷ എഴുതാൻ ക്രിസ്റ്റഫർ ശൂന്യനായിരുന്നു. എന്ത് എഴുതണമെന്ന് അവനറിയില്ല. അവന്റെ മുഖം വിളറി.
അവന്റെ അവസ്ഥ കണ്ട് ടീച്ചർ അവനെ വിളിച്ച് വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് നന്നായി തയ്യാറെടുക്കാൻ ഉപദേശിച്ചു. ക്രിസ്റ്റഫർ സ്വയം പരിഷ്കരിച്ചു, നന്നായി പഠിക്കാൻ തുടങ്ങി. സൂസൻ ഒരു മടിയൻ പെൺകുട്ടിയായിരുന്നു. അവൾ എപ്പോഴും കാര്യങ്ങൾ മാറ്റിവയ്ക്കാറുണ്ടായിരുന്നു. അവളുടെ അച്ഛൻ എപ്പോഴും കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാൻ അവളെ ഉപദേശിച്ചിരുന്നു, പക്ഷേ അവൾ ഒരിക്കലും അവന്റെ വാക്കു കേട്ടില്ല. സമയത്തിന്റെ മൂല്യം അവൾക്ക് മനസ്സിലാക്കിക്കൊടുക്കാൻ ഒരു ദിവസം അവളുടെ അച്ഛൻ അവളെ വിളിച്ചു പറഞ്ഞു, പോയി നിന്റെ അലമാര പരിശോധിക്കുക. നിനക്കായി ഒരു സർപ്രൈസ് സമ്മാനമുണ്ട്. സൂസൻ എപ്പോഴും പറഞ്ഞതുപോലെ കുറച്ച് സമയത്തിനുള്ളിൽ കാണാം. അവൾ അത് പൂർണ്ണമായും മറന്നു. പിറ്റേന്ന് രാവിലെ സർപ്രൈസ് സമ്മാനത്തെക്കുറിച്ച് ഓർമ്മിച്ചപ്പോൾ അവൾ തന്റെ അലമാര പരിശോധിക്കാൻ പോയി. അലമാര തുറന്നപ്പോൾ സൂസൻ തന്റെ പ്രിയപ്പെട്ട കലാകാരന്റെ സ്റ്റേജ് ഷോ ടിക്കറ്റ് കണ്ടെത്തി. പക്ഷേ കഴിഞ്ഞ ദിവസം ഷോ ഇതിനകം കഴിഞ്ഞിരുന്നതിനാൽ അത് അവൾക്ക് പ്രയോജനകരമായിരുന്നില്ല. സൂസൻ വളരെ ദുഃഖിതയായി കാര്യങ്ങൾ മാറ്റിവയ്ക്കുന്ന ശീലത്തിൽ പശ്ചാത്തപിച്ചു. ഈ സംഭവത്തിൽ നിന്ന് അവൾ ഒരു പാഠം പഠിച്ചു. കാര്യങ്ങൾ ഒരിക്കലും മാറ്റിവയ്ക്കില്ലെന്ന് വാഗ്ദാനം ചെയ്തു. ഒരു ഗ്രാമത്തിൽ ഒരു അപകടത്തിൽ കാഴ്ച നഷ്ടപ്പെട്ട ഒരു ധനികയായ വൃദ്ധയുണ്ടായിരുന്നു. അവൾ അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് അദ്ദേഹത്തെ സമീപിച്ചു. ഡോക്ടർ വളരെ അത്യാഗ്രഹിയായിരുന്നു. വൃദ്ധയെ കബളിപ്പിച്ച് അവളുടെ വിലയേറിയ എല്ലാ വസ്തുക്കളും അപഹരിക്കാൻ അയാൾ പദ്ധതിയിട്ടു. വൃദ്ധയ്ക്ക് കാഴ്ചയില്ലാത്തതിനാൽ അയാൾ അവളുടെ വീട്ടിൽ നിന്ന് ഒന്നിനു പുറകെ ഒന്നായി സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി. വൃദ്ധയ്ക്ക് കാഴ്ച തിരിച്ചു കിട്ടിയപ്പോൾ ഡോക്ടറുടെ പ്രവൃത്തികളെക്കുറിച്ച് അവൾ മനസ്സിലാക്കി. ഡോക്ടറുടെ ഫീസ് അവർ നൽകിയില്ല. ഡോക്ടർ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് മുമ്പത്തെ പോലെ കാണണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, പക്ഷേ എന്റെ വിലയേറിയ വസ്തുക്കൾ എനിക്ക് കാണാൻ കഴിയില്ല. എന്റെ വീട് ശൂന്യമായി തോന്നുന്നു. മുമ്പത്തെപ്പോലെ കാണാൻ കഴിയാത്തപ്പോൾ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ പണം നൽകും? വൃദ്ധ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ഡോക്ടർ മനസ്സിലാക്കി. അയാൾ മോഷ്ടിച്ചതെല്ലാം തിരികെ നൽകി. വൃദ്ധ ഇപ്പോൾ വാഗ്ദാനം ചെയ്തതുപോലെ ഫീസ് നൽകി.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.